കൊച്ച് ഡെലിവറി കഴിഞ്ഞ് പുറത്തു വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? കിളിക്കാൻ പറ്റി മേടിച്ചെടുക്കും. പെരുന്നാളൊക്കെ കാണത്തില്ലേ ഈ ഹാർട്ടിന്റെ സൗണ്ട് വരുന്ന ഈ ചെണ്ടയൊക്കെ മേടിച്ചു കൊടുക്കുന്നത്? സി മ്യൂസിക്. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഉദരത്തിൽ നിന്നേ കുഞ്ഞിന് കിട്ടിക്കഴിഞ്ഞു, ഫീഡായി, സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡായി. ആ എക്സ്പീരിയൻസിനനുസരിച്ചിട്ടാണ് നമ്മുടെ ചിന്തകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ആ ചിന്തകൾക്കനുസരിച്ച് നമുക്ക് എന്താ ഉണ്ടാവും അറിയാവോ? വാക്കും പ്രവൃത്തിയും ഉണ്ടാവും. ആക്ഷൻ ആൻഡ് വേർഡ്സ്. നമ്മുടെ ചിന്തയാണ് നമ്മൾ എല്ലാവരും വരുന്നുണ്ട്, ആ ടീച്ചർ വരുന്നുണ്ട്, എന്നൊക്കെ ശരിയാക്കും അറിയോ? ഓ മടുത്തു, എൻ്റെ ജീവിതം ഇങ്ങനെ, അല്ലെങ്കിൽ ഞാൻ അയ്യോ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എവിടെ നോക്കിയാലും പരാജയ, തൊട്ടതിനും പിടിച്ചതിനും എല്ലാവരും കുറ്റുവാ, ഞാൻ എന്താ ഇങ്ങനെ കറുത്തിരിക്കണേ. സി നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ബോഡി അങ്ങനെ ആയിപ്പോ, വാക്കിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഞാൻ കൊള്ളില്ല എന്ന ചിന്തകൾ ഉണ്ടെങ്കിൽ കാണുന്നതൊക്കെ ആ ചിന്തകൾ തന്നെയായിരിക്കും. എല്ലാത്തിനും നെഗറ്റീവ് കണ്ടുപിടിക്കും. ഓക്കെ, ആ വാക്കും പ്രവൃത്തിയും അറിയാതെ നമ്മുടെ ശീലമായിട്ട് മാറും, ഹാബിറ്റായിട്ട് മാറും. ഓക്കെ, ആ ശീലം നമ്മുടെ ക്യാരക്ടറായിട്ട് മാറും, സ്വഭാവമായിട്ട് മാറും. ആ സ്വഭാവമാണ് നമ്മുടെ ഡെസ്റ്റിനി. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് എന്താ? നമ്മൾ കണ്ടത്, കേട്ടത്, വായിച്ചത്, പഠിച്ചത്, അനുഭവിച്ചതൊക്കെ നമ്മുടെ തലച്ചോറിലോട്ട് പോകും. ആ തലച്ചോറ് എന്തിട്ട് കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ വേർഡ്സ് ഉണ്ടാവുന്നത്, ആക്ഷൻ ഉണ്ടാവുന്നത്, ഹാബിറ്റ് ഉണ്ടാവുന്നത്, ക്യാരക്ടർ ഉണ്ടാവുന്നത്.